ടോർച്ചടിക്കാം, കാൽക്കുലേഷൻ നടത്താം. പക്ഷേ സിം കാർഡുണ്ടെങ്കിലേ കമ്പനിയായിട്ട് ബന്ധം വരത്തുള്ളൂ, പരസ്പരം ബന്ധം. അങ്ങനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ആത്മാവിൽ ദൈവബന്ധമില്ലാതെ അവൻ ചരട് പൊട്ടിയ പട്ടം പോലെ ആയിത്തീർന്നതാണ് മരണം. അതുകൊണ്ടാണ് മുടിയനായ പുത്രനെ കുറിച്ച് പറഞ്ഞു, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും അപ്പനിലേക്ക് മടങ്ങുന്നവൾ വീണ്ടും ജീവിച്ചു. അതുകൊണ്ടാണ് വീണ്ടും ജനനം എന്നാണ് അതിന് പറയുന്നത്. ഒരു വ്യക്തി ആ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ. അപ്പൊ ഈ സിം കാർഡ് ജീവൻ എന്ന് പറയുന്നത് യേശുവാണ്. ഞാൻ കുറെ നല്ല കാര്യം ചെയ്താലോ, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്താലോ, ഇതെല്ലാം നമ്മൾ ചെയ്യണം വിശ്വാസികൾ. നമുക്ക് ജീവൻ തിരിച്ചു കിട്ടത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ യേശു ക്രൂശിൽ മരിക്കണ്ടേ? എന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടോ? അതുകൊണ്ടാണ് കൊർന്നലിയോസ് താൻ ഏറ്റവും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു, തന്റെ പണം മുഴുവൻ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ കർമ്മമാർഗം കൊണ്ട് ആർക്കും ജീവൻ തിരിച്ചു കിട്ടത്തില്ല. നിനക്ക് ആ ജീവൻ തിരിച്ചു കിട്ടണമെങ്കിൽ പത്രോസിനെ വിളിച്ച് പ്രസംഗം കേൾക്കാം. പത്രോസ് വന്നിട്ട് പറഞ്ഞു, യേശു നിന്റെ പാപത്തിനായി മരിച്ചടക്കപ്പെട്ടു. അവിടെ ദൈവം പറയുകയാണ്, നീ ചെയ്ത ധർമ്മങ്ങളൊക്കെ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്, പക്ഷെ നീ എത്തത്തില്ല. നീ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ നീ വരണ്ടേ? നിന്നെ ഇവിടെ കൊണ്ടുവരാൻ നിന്റെ നേർച്ചയ്ക്കോ വഴിപാടിനോ യാഗത്തിനോ സ്തോത്രകാഴ്ചയ്ക്കോ ദശാംശത്തിനോ ഉപവാസ പ്രാർത്ഥനയ്ക്കോ ഒന്നും നടക്കും.